പിന്നീലേക്ക് എത്താം. ഇപ്പോൾ മൂവാറ്റുപുഴയിലെ പ്രതിഷേധം അത് കൂടുതൽ സംഘർഷത്തിലേക്ക് കലാശിച്ചിരിക്കുന്നു എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നിലവിൽ നടക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്കുള്ള പ്രതിഷേധമായിരുന്നു. ആളുമാറി പോലീസ് ഒരു യുവാവിനെ മർദ്ദിച്ചു, അതിക്രൂരമായ മർദ്ദനത്തിനിരയായി, യുവാവിന് സാരമായി പരുക്കേറ്റു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ഇന്നലെ അമൽ ആന്റണി എന്ന യുവാവ് നടത്തിയിരുന്നു. ആ വെളിപ്പെടുത്തലിലുള്ള പ്രതിഷേധം ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്നത്. നേരത്തെ പോലീസുമായി വാക്കുതർക്കമുണ്ടായിരുന്നു പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ പ്രവർത്തകരെ തടഞ്ഞിരുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ലാൽകൃഷ്ണൻ, കൂടുതൽ സംഘർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ പ്രതിഷേധം, അല്ലേ? ആദ്യഘട്ടത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോയതാണ്. ആ സമയത്ത് എത്തിയ ജലപീരങ്കി ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടൊരു കുപ്പി ബോട്ടിൽ വെള്ളവുമായിട്ട് ജലപീരങ്കിക്ക് തളിക്കാൻ വേണ്ടി എത്തുകയായിരുന്നു. ആ സമയത്ത് വീണ്ടും പോലീസുമായി വാക്കേറ്റമുണ്ടായി, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങളെത്തി. തുടർന്നാണ് വീണ്ടും ജലപീരങ്കി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിൻ്റെ ഭാഗമായിട്ട് ജലപീരങ്കി ഉപയോഗിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴും വാഹനത്തിന് നേരെ പ്രവർത്തകർ അക്രമം നടത്തി. തേങ്ങയും അതോടൊപ്പം തന്നെ തെങ്ങും കുതുമ്പും എല്ലാം എടുത്ത് വാഹനത്തെ ആക്രമിക്കാനും പോലീസ് ശ്രമിച്ചതോടുകൂടി കൂടുതൽ പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന് കണ്ടതോടുകൂടിയാണ് ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമിച്ചത്. മുതിർന്ന നേതൃത്വത്തിലുള്ള ആളുകൾ പ്രകടനവും പ്രതിഷേധവും മതിയാക്കി തിരിച്ചു പോകണം എന്നാവശ്യപ്പെട്ടെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അതിന് സന്നദ്ധരായില്ല, അതിന് തയ്യാറായില്ല. അവർ വീണ്ടും അക്രമം അഴിച്ചുവിടുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രതിഷേധം കനപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു. പോലീസുമായിട്ട്, പ്രത്യേകിച്ച് മൂവാറ്റുപുഴ SHO, സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ള ആളുകൾക്കെതിരെ വലിയ രീതിയിലുള്ള വാക്കേറ്റവും കയ്യാങ്കളിയും എത്തിയതിന് പിന്നാലെയാണ് വീണ്ടും ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ പിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. നിലവിൽ രണ്ടാം ഘട്ടത്തിൽ കൂടി പ്രകോപനപരമായ രീതിയിൽ കാര്യങ്ങൾ പോയതോടുകൂടി സംഭവങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള സമയത്താണ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ജലപീരങ്കി ഉപയോഗിച്ചത്. എന്താണെങ്കിലും സമരം അവസാനിച്ചു എന്ന് വേണമെങ്കിൽ കണക്കൂട്ടാവുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രവർത്തകർ സ്വമേധയാ പലയിടങ്ങളിൽ നിന്നായി പിരിഞ്ഞു പോകാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് മൂവാറ്റുപുഴയിലെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണത് അവസാനിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജലപീരങ്കി പ്രയോഗം അല്പസമയം മുൻപാണ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.